തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തെത്തി നിൽക്കെ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് CPM-ഉം പിണറായി വിജയനും ഇടത് സർക്കാരും ഏതു വിധേനയും വീണ്ടും അധികാരത്തിൽ വരിക, മൂന്നാമതും അധികാരത്തിലെത്തി റെക്കോർഡ് കുറിക്കുക എന്നുള്ളതൊക്കെയാണ് അവർക്ക് മുമ്പിലുള്ള ലക്ഷ്യം. അതിനുള്ള തന്ത്രങ്ങളൊക്കെ അവർ പയറ്റി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തെ പ്രത്യക്ഷത്തിൽ നമുക്കൊരു പരാജയമായിട്ട് വിലയിരുത്താൻ സാധിക്കുമെങ്കിലും അതുണ്ടാക്കുന്ന ഒരു മൈൻഡ് ഗെയിം അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു നെറേറ്റീവ് ഗെയിം ഉണ്ട്. അത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വമായിരിക്കും, മുസ്ലിം ലീഗിൻ്റെ ഭരണമായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ ഹിന്ദുക്കൾക്കിടയിലുണ്ട്. അത് വലിയ തോതിൽ തന്നെ അതൊരു പാനിക്കായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയും അതുകൂടാതെ SDPM എല്ലാം ഇപ്പം പരസ്യമായി തന്നെ UDF-നൊപ്പമാണ് നിൽക്കുന്നത്. കോൺഗ്രസിന് ഇവരെ തള്ളിപ്പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പലപ്പോഴും ലീഗിൻ്റെ ഒരു ആശയദാതാക്കൾ എന്നുള്ള രീതിയിലേക്കൊക്കെ ജമാഅത്ത് ഇസ്ലാമി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭയപ്പാട് പൊതുവെ ഹിന്ദു സമുദായങ്ങൾക്കിടയിലുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിനിടയിലുണ്ട്. അപ്പോൾ അത് പരമാവധി മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ഇപ്പം CPM മുന്നോട്ട് പോകുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെയും അതിനുശേഷം സുകുമാരൻ നായർ നടത്തിയ പ്രസ്താവനയൊക്കെ നമുക്ക് വേറൊരു തരത്തിൽ വായിച്ചെടുക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റം എല്ലാവർക്കും ആശ്ചര്യമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇങ്ങനെയൊരു നിലപാട് മാറ്റം അദ്ദേഹം നടത്തിയത് വ്യക്തമായ ആസൂത്രണത്തിൻ്റെ റിസൾട്ട് തന്നെയാണ്. കാരണം KB ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ ചർച്ചകളൊക്കെ നടന്നു എന്നുള്ള സംസാരം പൊതുവേ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് സുകുമാരൻ നായരുടെ ഈ ഒരു നിലപാട് മാറ്റം. കാരണം ആർക്കും അത് പെട്ടെന്ന് ദഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമാണ്. കാരണം 2018 എന്തായിരുന്നു സാഹചര്യം, അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ സർക്കാരിൻ്റെ നിലപാടിൽ എന്താണ് മാറ്റമുണ്ടായത്? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഈ സർക്കാർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ട് മാത്രം അവരുടെ നിലപാട് മാറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു മാറ്റവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയതാണ്. അതിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകി. അത് ഇതുവരെ തിരുത്താനോ പുതിയതൊന്ന് കൊടുക്കാനോ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൂടാതെ തന്നെ ഇപ്പോഴും പലർക്കുമെതിരെ, അതായത് NSS-ൻ്റെ പ്രവർത്തകർക്കെതിരെ തന്നെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായും പിൻവലിക്കാനും പിണറായി സർക്കാർ റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ തയ്യാറായിട്ടില്ല. പിന്നെ ഏത് വിധേനയാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? NSS ജനറൽ സെക്രട്ടറി പറയുകയാണ് ആചാര സംരക്ഷകർ നിലവിൽ ഇപ്പം CPM ആണ്, പിണറായി വിജയനാണ്, അല്ലെങ്കിൽ ഇടത് സർക്കാരാണ്, വിശ്വാസികൾക്കൊപ്പമാണ് ഇടത് സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ദഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസിനെ അദ്ദേഹം വിമർശിച്ചു, BJP-യും വിമർശിച്ചു. പക്ഷേ കോൺഗ്രസിനെ വിമർശിച്ചതിൽ വലിയ ഒരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പം മുസ്ലിം പാർട്ടികളുടെ അല്ലെ മുസ്ലിം സംഘടനകളുടെ ഒരു വിധേയത്വത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. കാരണം അവർക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗും പിന്നെ അതുകൂടാതെ വിവിധ മതമൗലികവാദ സംഘടനകളുമാണ്. അവർക്കൊരു വോയിസ് ഇല്ല. കോൺഗ്രസിലെ ഹിന്ദു ലീഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ നിലപാട് പറയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. എന്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു കുറി വരച്ച് മുന്നോട്ട് പോകാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ ഒരു കുറി വരച്ച് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ കാസർഗോഡ് പോകുമ്പോൾ കുറിയൊക്കെ മാച്ചിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന് കയ്യിലെ ചരടും കാണാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭ സമയത്ത് 2018 അവരെന്താണ് ചെയ്തത്? അവസാന നിമിഷം കുറേ വോട്ട് അടിച്ചു മാറ്റി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ BJP-യെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പൂർണ്ണമായും എന്നുള്ളതാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയുള്ളൊരു ഫാക്ടർ. ഇത് ശരിക്കും BJP വരുത്തി വെച്ചൊരു സാഹചര്യം തന്നെയാണ്. കാരണം ഈ രണ്ട് സാമുദായിക സംഘടനകളെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിലെ BJP-ക്കുള്ള. BJP നേതൃത്വത്തിന് അണികൾ പൂർണ്ണമായും വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ സുകുമാരൻ നായരുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ BJP അനുഭാവികളിൽ നിന്നും RSS അനുഭാവികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. കാരണം അവർക്കൊരിക്കലും ഇത് ദഹിക്കാൻ പറ്റാത്ത ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം CPM-ഉം പിണറായി വിജയനുമാണ് വിശ്വാസ സംരക്ഷകർ എന്ന് പറയുമ്പോൾ, അതായത് ഇരുട്ടിൻ്റെ മറവിൽ രണ്ട് യുവതികളെ പോലീസിൻ്റെ അകമ്പടിയോടെ മല കയറ്റിയ ഒരു സർക്കാർ, ഭക്തരെ വേട്ടയാടിയ അടിച്ചൊതുക്കിയ ഒരു സർക്കാർ എങ്ങനെ പെട്ടെന്ന് ഈ ഒരു നിലപാട് മാറ്റം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവരെങ്ങനെ ഒരു നിലപാട് മാറ്റം, അല്ലെങ്കിൽ അവരുടെ നിലപാട് മാറ്റത്തെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സുകുമാരൻ നായരുടെ ഈ ഒരു മലക്കം മറിച്ചിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BJP-യെ സംബന്ധിച്ച് ഇതൊരു പാഠം തന്നെയാണ്, ഒരു ഐ ഓപ്പണറാണ് BJP-ക്ക് ഇത്. ഇപ്പോൾ ശബരിമല പ്രക്ഷോഭ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ NSS-ന് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നത് RSS-ഉം BJP-യും പിന്നെ VHP ഒക്കെ ആയിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകർ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ജയിലിൽ പോയത്. ഒരുപാട് അടിയൊക്കെ
ഏറ്റ് പോലീസിൻ്റെ അടിയൊക്കെ ഏറ്റ് കഷ്ടപ്പെട്ട് ഒരുപാട് നരകിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ എന്താണ് അവസ്ഥ? അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. കാരണം അടി കൊണ്ടതും കഷ്ടപ്പെട്ടതും സമരത്തിനിറങ്ങിയതെല്ലാം BJP പ്രവർത്തകരും RSSകാരൊക്കെയാണ്. പക്ഷേ അവസാനം വോട്ട് കോൺഗ്രസ് കൊണ്ടുപോയി എന്നുള്ളതാണ്. പല NSSൻ്റെ കേന്ദ്രങ്ങളിൽ NSSന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ കോൺഗ്രസ് വിജയിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുൻതൂക്കം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ ഒരു വലിയ വിജയത്തിൽ NSSന് ഒരു നിർണായക റോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ BJP നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും BJPക്ക് ഈ ഒരു നിലപാട് തിരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹിന്ദുക്കളെ സ്വന്തം നിലയിൽ സംഘടിപ്പിക്കാൻ BJPക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു വളർച്ച സ്വപ്നം കാണുന്നതിൽ അർത്ഥമില്ല. കാരണം രണ്ട് സംഘടനകളും SNDP ആണെങ്കിലും NSS ആണെങ്കിലും ഹിന്ദു വിരുദ്ധർക്കൊപ്പമാണ് നിൽക്കുന്നത്. അത് ആ കാര്യം വ്യക്തമായ കാര്യം തന്നെയാണ്. TP സെൻകുമാറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം വ്യക്തമായി തന്നെ ഇപ്പം ഇടവർക്കിടയിൽ തന്നെ ഒരു 30-35% വരുന്ന ഒരു ജനവിഭാഗം ഒരു ദേശീയവാദികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം നിലയിൽ ഈ സമുദായാംഗങ്ങളെ BJPയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ദേശീയതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് നേതാക്കളും പ്രസ്ഥാനമൊക്കെ മുന്നോട്ട് പോകേണ്ടത്. നായർ സമുദായത്തിലാണെങ്കിലും ഒരു 60% അല്ലെങ്കിൽ 65% വരുന്ന ആളുകൾ ഒരു ഹിന്ദുത്വ ആശയക്കാരാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഈ SNDPക്കും NSSനും പിന്നാലെ പോകുന്നത്, അതായത് പഴയ SNDPയോ പഴയ NSSോ അല്ല നിലവിൽ. ഇപ്പോൾ R ശങ്കറിൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയൊക്കെ കാലത്ത് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നത് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇപ്പോഴും ഉള്ളൂ. ഇപ്പോൾ താഴോട്ട് പോകുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് NSSനെ സംബന്ധിച്ചും SNDPയെ സംബന്ധിച്ചും. അപ്പോൾ ഇതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരു ഐ ഓപ്പണറായി ഇതിനെ കാണുകയാണ് BJP ചെയ്യേണ്ടത്. ഒരു സ്ട്രാറ്റജി മാറ്റം അത്യാവശ്യമാണ് കേരളത്തിലെ BJPക്ക് എന്നുള്ളതാണ് ഈ ഒരു പ്രസ്താവനകളും ഈ നിലപാടുമൊക്കെ സൂചിപ്പിക്കുന്നത്.